ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. യു വാച്ചിങ് കെഫോടെക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടൊപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടൊക്കെ പോയെങ്കിലും നമ്മുടെ തൊട്ടപ്പുറത്താണ് ഞാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ടക്കെ എന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ വന്ന് കിടക്കത്തുള്ളൂ. പിന്നെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോയിലേക്ക് പറഞ്ഞായിരുന്നു നമ്മളൊരു പീസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ, പിന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ 1-2 മാസത്തേക്ക് ഗ്യാപ്പൊക്കെ വന്നു. സമയം എന്നാന്ന് ഇവൻ പറയും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗ്യാപ്പ് എടുത്തതിൻ്റെ കാരണം മെയിനായിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ PC ബിൽഡിൻ്റെ വീഡിയോ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. ഓക്കെ, അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ചെറിയൊരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും 2 മാസത്തേക്ക് ഇടാഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു PC ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ അതിന് വേണ്ടി ഒരു 2-3-5 ഒരു പകുതി മാസത്തോളം അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഒന്നുകൂടെ പറഞ്ഞില്ല മോശം. ഇപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അലിഞ്ഞ കുറച്ച് എക്സാം. ഓക്കെ, അതുകൊണ്ടൊക്കെയായിരുന്നു നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഈ PC ബിൽഡ് ചെയ്യുന്നതിൻ്റെ പുറകിൽ കുറച്ച് സ്റ്റോറി ഉണ്ട്. ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മച്ചൻ പറയുന്നതായിരിക്കും. സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് എടുക്കാൻ പോയാലും ഇപ്പോൾ 1-2 കാര്യം തിരക്കണമല്ലോ. അത് നാട്ടുകടപ്പല്ലേ എൻ്റെ വിലയല്ലോ. ഞങ്ങളും 1-2 കടയിലൊക്കെ കയറി ഇറങ്ങി എസ്റ്റിമേറ്റ് ഒക്കെ കിട്ടി. പക്ഷേ നമ്മൾ കൊടുത്ത സാധനത്തിൻ്റെ കറക്റ്റ് അവന്മാർ വില ഇട്ട് അങ്ങനെ എല്ലാം കൂടെ അസംബിൾ ചെയ്ത് തരാമെന്ന് മാത്രമേ പറഞ്ഞു. അപ്പം കുറച്ച് മോശമായാലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് കടകളിലൊക്കെ കയറി എല്ലാം നമ്മൾ പറയുന്ന കേട്ട് അവർ അതുകൂട്ട് ഇന്ന് എക്സ്പെക്റ്റ് തയ്യാറാക്കി നമുക്ക് തരുമായിരുന്നു. പിന്നെ ഏറ്റവും ഫൈനലി അതെല്ലാം വില കൂടുതലുമായിരുന്നു. ഇപ്പം നമ്മൾ ഫൈനലി ചെന്ന് നമുക്ക് തിരുവല്ല ഓക്സിജനിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, വേറെ നല്ല സാധനങ്ങൾ ഇടണോ, മാറ്റം വരണോ, അങ്ങനെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ് നല്ലൊരു സർവീസ് സെൻറ്റർ, നല്ലൊരു നമുക്ക് സർവീസ് കിട്ടിയിട്ടുണ്ട് അവരുടെ നിന്ന്. അപ്പം ഫൈനലി നമ്മൾ അവരുടെ നിന്നാണ് സെറ്റ് ചെയ്ത് അവരാണ് നമുക്ക് എല്ലാം ബിൽഡ് ചെയ്ത് തന്നെ. അപ്പം എടുക്കാൻ പോയ കഥ എന്നാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇവിടുന്ന് ഒരു 10:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി 11 മണിയായപ്പോൾ അവിടെ ചെന്ന്, പക്ഷേ സിസ്റ്റം എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 4-5 മണിയായി. നമ്മളൊരു 3-4 മണിക്കൂർ അവിടെ കട്ട പോസ്റ്റ് എന്ന് വെച്ചാൽ കട്ട പോസ്റ്റ്. കാരണം സംഭവം അസംബിൾ ചെയ്തെടുക്കുമ്പോൾ എല്ലാത്തിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് അതിന് ബില്ലടിക്കണം. അത് കുറച്ച് ലേറ്റ് ഉണ്ട്. എന്നാലും കുറച്ച് ഷോകമായിരുന്നു അവിടെ ചെന്ന്. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടായാലും നമ്മുടെ സാധനം ഏറ്റവും ഫൈനലി സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയും ഇതൊന്നൊരു 500 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ നിങ്ങൾ നോക്കണം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക്. അപ്പോൾ നല്ല റീച്ച് കിട്ടും വീഡിയോയ്ക്ക്. അപ്പം ഇത് മാക്സിമം നിങ്ങൾ 500 ആക്കാൻ നോക്കുക. ഇപ്പോൾ 400 ആകാറായി. ഇപ്പോൾ ഏകദേശം 9 പേരും കൂടെ കണ്ട് മതി 400 ആയ. ഓക്കെ, നിങ്ങൾ കറക്റ്റൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു 500 എത്തിക്കാൻ നമുക്കൊരു ഗെയിമിംഗ് ചാനൽ കൂടെ തുടങ്ങാനുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ചാനലും വരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. ഇപ്പോൾ ഒക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ മോണിറ്റർ യൂസ് ചെയ്തേക്കുന്ന ഡെല്ലിൻ്റെ 22 ഇഞ്ചിൻ്റെ SC2219HX എന്ന് പറയുന്ന മോഡലിൻ്റെ മോണിറ്ററാണ്. ഫുൾ HD സ്ലിമ്മായിട്ടുള്ള ഒരു മോണിറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റിംഗ് ആയാലും ഗെയിമിംഗ് ആയാലും നല്ല പക്കയായിട്ട് നമുക്ക് കളിക്കാൻ നോക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ റെസ്പോൺസ് ടൈം വരുന്നത് 5 ms to 8 ms ആണ്. അപ്പോൾ ഓക്കെ, സെക്കൻഡ് നമ്മളിവിടെ ക്യാബിൻ യൂസ് ചെയ്തേക്കുന്ന കൂളർ മാസ്റ്ററിൻ്റെ K51L എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ക്യാബിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഹീറ്റ് നിന്നാലും വിഷയം വരുന്നില്ല. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പം തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് വേണേലും ഇതിൻ്റെ അകത്ത് ഇടിച്ച് കയറ്റാൻ നോക്കും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 2 ഹാർഡ് ഡിസ്ക് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്യാബിനാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം വരുന്ന മണ്ടയ്ക്കാണ്, ഓണും ഓഫും. പിന്നെ USB പോർട്ടും എല്ലാം വരുന്നത് ഇതിൻ്റെ മണ്ടയ്ക്കാണ്. പിന്നെ സൈഡ് വശം ലെഫ്റ്റ് സൈഡിൽ പറയുവാണെങ്കിൽ ഗ്ലാസ് ആണ്, പൊട്ടുന്ന ഗ്ലാസ്. അതുകൊണ്ട് ചെന്ന് തൊഴിക്കും ഇടിക്കുമൊന്നും ചെയ്യില്ല, എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് കയ്യിലിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് LED ഫാൻ, നമ്മൾ RGB ഫാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. RGB ഇല്ലേലും സീനില്ല, LED ഒരു സ്ട്രിപ്പ് വെച്ചാലും മതി. രാത്രിയിലൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ 3 ഫാനാണ് വരുന്നത് RGBയുടെ. പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ നോക്കിയാൽ 2 എണ്ണം കാണാൻ ഒക്കത്തുള്ളൂ. RGBയുടെ 3 ഫാനാണ് ഇതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ RGB ഇല്ലാതെ നോർമൽ ഫാനാണ് വെക്കുന്നതെങ്കിലും സീനില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ RGB ആ ലൈറ്റിലും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചാണ്. അത് ഓണും ഓഫും പിന്നെ കളർ മാറ്റാനും മൂഡ് മാറ്റാനുമായിട്ടൊക്കെ ഉള്ള ഒരു സ്വിച്ചാണ്. പിന്നെ സെക്കൻഡിൻ്റെ മണ്ടയ്ക്കായിട്ട് തന്നെ 2 എക്സ്ട്രാ കൂളിംഗ് ഫാൻ കൂടെ വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തേക്കുന്ന അസ്യൂസിൻ്റെ NVIDIA GTX 6050 എന്ന് പറയുന്ന മോഡലാണ്. OC എഡിഷനായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം നമ്മൾ അടുത്ത വീഡിയോ ഗ്രാഫിക്സ് കാർഡിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഗെയിമിംഗ് പ്ലേയും എല്ലാം കാണിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത SMBSൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ കൂളർ മാസ്റ്ററിൻ്റെ MW650 എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ 650 വാട്ട്സിൻ്റെ PSU ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്.
ഇപ്പം കൊറൈസറിൻ്റെ 8GB സിംഗിൾ സ്റ്റിക്കിൻ്റെ ഒരു റാമാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ SSD ആണ്. M.2ൻ്റെ 240GB ഒരു SSD ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഹൈ സ്പീഡിൽ നമുക്ക് കോപ്പി ചെയ്യാനും സേവ് ചെയ്യാനും നമുക്ക് ഒക്കുന്നതാണ്. നമ്മളപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ പ്രീമിയർ പ്രോയിലും ആഫ്റ്റർ എഫക്ട്സിലും ഒക്കെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് സേവ് ചെയ്ത് കഴിയുമ്പം മിനിമം 1 മണിക്കൂർ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇത് ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് വീഡിയോ സേവ് ചെയ്യും. നല്ല സ്പീഡെന്ന് വെച്ചാൽ നല്ല പക്ക സ്പീഡ്. അപ്പം നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മളിവിടെ 1TB ഒരു ഹാർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, ഗുഡ് ക്വാളിറ്റി ആണ് സാധനം. അപ്പം നെക്സ്റ്റ് നമ്മൾ മദർ ബോർഡിൻ്റെ കേസ് വരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന അസ്യൂസിൻ്റെ ഒരു ഗെയിമിംഗ് മദർ ബോർഡാണ്. അപ്പം മോഡലിന് വെച്ച B36514V5 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് മോഡലിൻ്റെ ഒരു മദർ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതാണ് ഇതിനാവശ്യം. അപ്പോൾ നമ്മൾ ക്യാബിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ 2 PS2 പോർട്ടാണ്. നമ്മൾ USB ഒക്കെ വരുന്നതിന് മുമ്പേ അത് കോമൺലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അത്ര യൂസ് ഇല്ല. പിന്നെ അതിൻ്റെ താഴെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് പ്രൊജക്ടറും എല്ലാം കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതിന് താഴെ USB പോർട്ട് 4 വരുന്നുണ്ട്. നമ്മുടെ കീബോർഡും മൗസും പിന്നെ ഡോങ്കിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്താനായിട്ടുള്ള. പിന്നെ അതിന് താഴെ തന്നെ നമ്മുടെ ഓഡിയോ ഇൻ കൊടുക്കുന്നതും ഓഡിയോ ഔട്ടും പിന്നെ മൈക്കും കൊടുക്കാനുള്ള 3 പോർട്ട് വരുന്നത്. ഇതിന് തൊട്ട് താഴെ തന്നെ നമ്മുടെ DIV പോർട്ടും പിന്നെ HDMI പോർട്ടിൻ്റെയും 2 സ്ലോട്ട് വരുന്നുണ്ട്. അതിന് താഴെ തന്നെ നമുക്ക് പവർ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പിന്നിൻ്റെ ഇത് കാണാം. അതിന് തൊട്ട് മണ്ടയ്ക്ക് അത് ഓൺ ഓഫിൻ്റെ ഒരു ബട്ടനും ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ രാത്രി ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് അകത്തെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതുകൂട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിരിക്കും ഇതിന് ഉൾവശം കാണാൻ. അപ്പോൾ നമുക്ക് പ്രൊസസ്സർ കാണിച്ചു തരാൻ ഒരു വഴിയുമില്ല. മണ്ടയ്ക്ക് ഫാനുണ്ട്, അത് കുത്തി ഇളക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന പ്രൊസസ്സർ ഇൻ്റലിൻ്റെ i5 9 ജനറേഷൻ്റെ ഒരു പ്രൊസസ്സറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ നല്ല സ്മൂത്തായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊസസ്സറിൻ്റെ മണ്ടയ്ക്കായിട്ട് തന്നെ ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ നമ്മുടെ ക്യാബിൻ്റെ ബാക്ക് സൈഡിലുള്ള കൂളിംഗ് ഫാനും വരുന്നത്. അപ്പോൾ നമുക്ക് കീബോർഡിനെ കുറിച്ച് അധികം പറയേണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ കീബോർഡിനെ കുറിച്ച് ഇട്ട്. അപ്പോൾ അത് കാണാത്തൊരു ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയി അതൊന്ന് കാണാം. എങ്കിലും ഞാൻ പറഞ്ഞേക്കാം, നമ്മളിവിടെ കീബോർഡ് യൂസ് ചെയ്തിരിക്കുന്ന സെബ്ട്രോണിക്കിൻ്റെ ട്രാൻസ്ഫോമർ ഗെയിമിംഗ് എഡിഷൻ്റെ ഒരു കീബോർഡാണ്. RGB കീബോർഡ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്ന ഒരു കീബോർഡാണ്. അപ്പോൾ നല്ലൊരു മെറ്റാലിക് ഫിനിഷിങ് വരുന്ന ഒരു RGB ഗെയിമിംഗ് കീബോർഡാണിത്. അപ്പോൾ നമ്മൾ UPSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വീഗാർഡിൻ്റെ സെസ്റ്റോ എന്ന് പറയുന്ന ഒരു 1000 വാട്ട്സിൻ്റെ ഒരു UPS ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉള്ളത് കൊണ്ട് 1000 വാട്ട്സിൻ്റെ തന്നെ വേണം. മറ്റേത് ലോഡ് താങ്ങത്തില്ല. മിനിമം നമുക്ക് ഇതുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ വരെ നമുക്ക് കൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല, ചുമ്മാ പറയുന്നതല്ല, സുഖമായിട്ട് 2-3 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കും. പിന്നെ നമ്മൾ ഇത്രയൊക്കെ മേടിച്ചിട്ട് UPS മേടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പണിയുണ്ട്. ഈ പെട്ടെന്ന് കറണ്ട് പോവോ അല്ലെങ്കിൽ കറണ്ട് പോയിട്ട് കയറി വരുവോ ചെയ്താൽ എല്ലാം കൂടെ കത്തിക്കഴിഞ്ഞ് SMBSും എല്ലാം കൂടെ പോകും. പിന്നെ അത് മാറാൻ നടക്കണം. വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ എന്തായാലും മേടിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് UPS മേടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാബിൻ്റെ കാര്യം പറയുന്ന ഏകദേശം ഒരു 40,000 തൊട്ട് 50,000 രൂപയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ക്യാബിനാണ് ഇത്. നമുക്ക് എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും ഒക്കെ പറ്റിയ നല്ലൊരു കിടിലൻ ക്യാബിൻ തന്നെയാണ്. അപ്പം ബാക്കി നമ്മൾ ഗെയിം പ്ലേയും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്നുകൂടെ നല്ലവണ്ണം വ്യക്തമാകും. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ മാറ്റാം. അപ്പം നമ്മൾ നോക്കിയിട്ട് ഇപ്പം അത്യാവശ്യം ഗെയിമിങ്ങിനും അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനും പറ്റിയൊരു ക്യാബിൻ തന്നെ. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി എക്സ്റ്റേണലായിട്ടൊന്നും പിന്നെ ആഡ് ചെയ്യേണ്ട. പിന്നെ വേണേൽ ഹാർഡ് ഡിസ്കോ വല്ലതും കൂട്ടാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ മോണിറ്ററും കീബോർഡ് സബും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പം ഏകദേശം ഒരു 65-70 വരെ ഇടയ്ക്ക് നിൽക്കും. നമ്മളിപ്പം ഇതിന് വെബ് ക്യാമും അങ്ങനെ 1-2 കാര്യങ്ങൾ മേടിച്ചിട്ടില്ല. അപ്പം അതുകൂടെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം 70 സംഭവം നിൽക്കും എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ രാത്രി കാണാൻ ഏകദേശം എന്തുണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് ആകെ കുറവുണ്ടെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 3 ഫാൻ കൊടുക്കണം. നമ്മൾ ഒറ്റ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഓൾറെഡി നമുക്ക് ഗ്രാഫിക്സ് കാർഡിന് 2 ഫാൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു ഫാനുണ്ട്. പിന്നെ നമ്മുടെ പ്രൊസസ്സറിന് ഒരു ഫാനുണ്ട്. അതിന് ചേർന്ന് തന്നെ ബാക്ക് സൈഡിൽ ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. ഏകദേശം അപ്പം
ഒരു 5 ഫാനോളം വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത്രയും വലിയ ക്യാബിനോട് ആയതുകൊണ്ട് ഹീറ്റ് നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ അതിനോട് ഫണ്ട് പൊട്ടിക്കാനില്ല. അപ്പോൾ നിങ്ങളുടെ ഈ കാശ് ഉണ്ടെങ്കിൽ വേണേൽ ഒരു 3-4 ഫാനൂടെ മേടിച്ച് കുത്തി കയറ്റുക, അതിലൊരു സീനും ഇല്ല. അപ്പോൾ 1-2 ഫാനൂടെ വെച്ചാൽ വേണേൽ ഫ്രണ്ട് വശം കുറച്ചുകൂടെ ഗുമ്മിലിരിക്കും. അപ്പം നമ്മുടെ ഈ 6GB മൊത്തം 6GB വേരിയൻ്റ് ആയതുകൊണ്ട് രാത്രിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. എല്ലാം കൂടെ കിടന്നിങ്ങനെ മിന്നി തിളങ്ങിയിരിക്കും. അപ്പം നമ്മുടെ ഈ PC ബിൽഡ് ചെയ്തെന്ന ഓക്സിജൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വിളിക്കണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി അവിടെ നിന്ന് എടുക്കുക, വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ എപ്പോഴും ഇത് പറയുന്നെങ്കിൽ ആർക്കെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ സോറി, കാരണം നമ്മൾ വലിയ ചാനലൊന്നുമല്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. 1-2 പേര് ഇതുകൊണ്ട് പറഞ്ഞു, ഇതെപ്പോഴും പറയണ്ടെന്ന്. പക്ഷെ നമ്മൾ പറയും, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എത്തുന്നതോടെ വരെ എന്തായാലും നമ്മൾ തുടക്കം പറഞ്ഞേ പറ്റും. കാരണം പുതിയതായിട്ട് വരുന്നവർ എന്തായാലും ചാനൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് പോകത്തുള്ളൂ, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇത് പറയുകയാണെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് അവർ ഓർക്കും, അങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. അപ്പോൾ സംഭവം കിട്ടിയല്ലോ. അപ്പം അടുത്ത വേറെ ഒരു കിടിലൻ അടിപൊളി ഒരു വീഡിയോയിലേക്ക് വരുന്നിടം വരെ ടാറ്റ. I'm weak under your grasp and my heart it won't last.